അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതോടുകൂടെ തന്നെ സൃഷ്ടികളോടുള്ള ബാധ്യതകൾ നിർബന്ധമായും നാം നിർവഹിക്കേണ്ടതുണ്ട്. മനുഷ്യരോടുള്ള ബാധ്യതകൾ എന്നത് വളരെ പ്രധാനമായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ഒന്നാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് പ്രദർശിപ്പിക്കപ്പെടുന്ന 2 ദിവസങ്ങളെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചത്. അതിലൊന്ന് യൗമുൽ ഇത്നൈൻ, തിങ്കളാഴ്ചയാണ്. മറ്റൊന്ന് യൗമുൽ ഖമീസ്, വ്യാഴാഴ്ചയാണ്. ഈ 2 ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. ഇങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന സമയത്ത് ശിർക്ക് ചെയ്യാത്ത മനുഷ്യന്മാർ, ബഹുദൈവ വിശ്വാസത്തിലേക്ക് കടന്നു പോകാത്ത മനുഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറിയ ചെറിയ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. എന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിച്ചു വെക്കാൻ വേണ്ടി അല്ലാഹു മലക്കുകളോട് പറയും. എന്നാൽ ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു മാറ്റിവെക്കാൻ വേണ്ടി പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, അൻളിറു ഹാദൈനി, ഈ വിഭാഗം ആളുകളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ മാറ്റിവെക്കുക. ഹത്താ യസ്തലിഹ, അവർ നന്നായി വരട്ടെ. അപ്പോൾ അത് ആരുടെ പ്രവർത്തനമാണ്? അവരും മറ്റുള്ളവരെ പോലെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ്, വ്രതമനുഷ്ഠിച്ചവരാണ്, തറാവീഹ് നമസ്കരിച്ചവരാണ്, സക്കാത്ത് നൽകിയവരാണ്, ദിക്റും ദുആയും ഇസ്തിഗ്ഫാറും ഒക്കെ നടത്തി വളരെ പ്രതീക്ഷയോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. പക്ഷെ അവരുടെ ജീവിതത്തിലെ തകരാറ്, അവർ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ മാത്രമേ അവർ നിർവഹിച്ചിട്ടുള്ളൂ. അവർ വ്രതമനുഷ്ഠിച്ചത് പല ആളുകളോടും പിണങ്ങിക്കൊണ്ടാണ്. അവർ തറാവീഹ് നമസ്കരിച്ചിട്ടുള്ളത് മാസങ്ങളായി പല ആളുകളോടും മുഖത്തു നോക്കി സംസാരിക്കാതെയാണ്. അവർ സക്കാത്ത് നൽകിയിട്ടുള്ളത് സ്വന്തം മാതാപിതാക്കളോട് തെറ്റിക്കൊണ്ടാണ്. അവർ ദിക്റും ദുആയും ഇസ്തിഗ്ഫാറും നടത്തിയിട്ടുള്ളത് തൊട്ടടുത്ത് താമസിക്കുന്ന മനുഷ്യരോട് പിണങ്ങിക്കൊണ്ടാണ്. അവർ അവരുടെ ജീവിതത്തിലെ നന്മകൾ വളരെ ആവേശത്തോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് പല മനുഷ്യരോടും വിദ്വേഷവും പകയും വെച്ചുകൊണ്ടാണ്. അവർ അവരുടെ ജീവിതത്തിൽ സ്വതക്ക നൽകുന്നത് അവരുടെ ജീവിതത്തിൽ അസൂയയും അഹങ്കാരവും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ടാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കരുത്, അവരുടെ പ്രവർത്തനങ്ങൾ അവിടെ വെക്കുക. എന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കേണ്ടത് ഹത്താ യസ്തലിഹ, അവർ നന്നായതിനു ശേഷമാണ്. അവർ തമ്മിൽ നന്നാകട്ടെ, തെറ്റിയവർ തമ്മിൽ മിണ്ടട്ടെ, സംസാരിക്കാത്തവർ തമ്മിൽ സംസാരിക്കട്ടെ. അയൽപ്പക്ക ബന്ധങ്ങൾ, അത് അസ്വാരസ്യത്തിലായി ജീവിക്കുന്നവർ ആ അയൽപ്പക്ക ബന്ധങ്ങൾ നന്നാക്കട്ടെ. ഒരേ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്ന ജ്യേഷ്ഠനും അനിയനും കുറച്ചു നേരം ഇരുന്ന് തങ്ങളുടെ മനസ്സിലുള്ള പകയും വിദ്വേഷവും ഒക്കെ ഒഴിവാക്കി അവർ ഒന്ന് നന്നാകട്ടെ. എന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചാൽ മതി എന്ന് അല്ലാഹു മലക്കുകളോട് പറയുന്നത്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ വിശുദ്ധ റമദാനിലാണ്, നമ്മൾ വളരെ ആവേശത്തിലാണ്, മുസ്ലിം സമുദായം വളരെ ആവേശത്തിലാണ്. ഒട്ടും ആവേശം ചോർന്നു പോകാതെ ഇത് നിലനിർത്തുന്നതോടുകൂടെ തന്നെ സ്വന്തം മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ജ്യേഷ്ഠനനിയന്മാർ തമ്മിലുള്ള ബന്ധം അത് സുദൃഢമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസികളുമായിട്ടുള്ള നമ്മുടെ കടമയും കടപ്പാടും എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പല ആളുകളും ഇപ്പോൾ പ്രിയപ്പെട്ടതല്ലാതായി തീർന്നിട്ടുണ്ടോ? അവരോട് നമുക്ക് മനസ്സിൽ പകയും വിദ്വേഷവും ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത് ശരിയാക്കുക എന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിർബന്ധമാണ്, അല്ലെങ്കിൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. മനുഷ്യരെന്ന നിലക്ക് പലപ്പോഴും ബന്ധങ്ങൾ തെറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം അസൂയയാണ്.
അസൂയക്ക് അതിന് വലിയ പങ്കുണ്ട്. നമുക്കതൊരു പക്ഷെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഒന്നിച്ച് കച്ചവടം തുടങ്ങിയ രണ്ടാളുകൾ, അവർ തമ്മിൽ പിണങ്ങുവാനുള്ള കാരണം ഒരു പക്ഷേ തന്റെ അതേ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന തന്റെ കൂട്ടുകാരൻ കുറച്ചൊന്ന് മെച്ചപ്പെടുമ്പോൾ അവന്റെ ചില സംസാരങ്ങൾ നമുക്ക് പിടിക്കുന്നില്ല. അതിന്റെ കാരണം എന്താ? നമുക്കറിയാതെ മനസ്സിൽ അവനോട് അസൂയ വരുന്നു. നമ്മുടെ ജനനത്തിന് കാരണമായി തീർന്ന നമ്മുടെ മാതാവും പിതാവും അവർ നമ്മളോട് വല്ല കാര്യവും പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട, നമ്മുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മയോടും ഉപ്പയോടും പിണങ്ങുന്ന ആളുകളാണ്. ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ഭർത്താവിന്റെ വാക്ക് കേട്ടുകൊണ്ട് ജ്യേഷ്ഠനനിയന്മാർ തമ്മിലുള്ള ബന്ധം മുറിച്ചു കളയുന്നവരുണ്ട്. ഇതൊന്നും ഇസ്ലാമികമായി മതപരമായി ശരിയല്ല എന്ന് മാത്രമല്ല, നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ബന്ധങ്ങൾ നന്നാക്കണം. അപ്പൊ നമ്മുടെ മനസ്സിനോട് നമ്മൾ ഇങ്ങനെ ചോദിച്ചു നോക്കുക, ആരോടാണ് നമുക്ക് പകയുള്ളത്? ആരോടാണ് നമുക്ക് വിദ്വേഷമുള്ളത്? അങ്ങനെ ഒരു പക്ഷേ ഒന്നോ രണ്ടോ ആളുകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു ചേരുന്നുണ്ടോ നമ്മൾ ആലോചിക്കുക. ഏതെങ്കിലും വ്യക്തികൾ വന്നു ചേരുന്നുണ്ടോ? നമുക്കങ്ങനെ ആരോടെങ്കിലും മനസ്സിൽ പക തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ നന്മകളെ കുറിച്ച് നമ്മൾ ഓർക്കുക. നമ്മൾ വിദേശത്തുള്ള ഒരാളോടല്ല നമുക്ക് പക ഉണ്ടാകുക. നമുക്ക് നമ്മളുമായി ബന്ധമില്ലാത്ത ഒരാളോടല്ല തെറ്റുണ്ടാകുക. നമ്മൾ അവരെ കാണുമ്പോൾ ചിരിക്കും, സലാം പറയും, സംസാരിക്കും, ചിരിച്ച് കളിച്ച് രസിച്ച് നമ്മൾ കരയും, നമ്മൾ കഴിയും. എന്നാൽ നമുക്ക് പക വരിക നമ്മളുമായി ഒരു കാലത്ത് നല്ല ബന്ധമുള്ള ആളുകളോടാണ്. അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് പക വന്നാൽ അവരുടെ നന്മകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. അവരുടെ നന്മകളെ കുറിച്ച് ആലോചിക്കാം. പടച്ചോൻ, എന്റെ ഉപ്പയും ഉമ്മയും എന്റെ ബാപ്പയും ഉമ്മയും അവരാണല്ലോ എന്റെ ജനനത്തിന് കാരണമായി തീർന്നത്. അവരാണല്ലോ എന്നെ ചെറുപ്പത്തിൽ നോക്കി വളർത്തിയത്. എന്റെ സഹോദരൻ, എനിക്കാരുമില്ലാതിരുന്ന സമയത്ത് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് എന്റെ ജ്യേഷ്ഠനാണ്, എന്റെ അനിയനാണ്. ഞാൻ സുഖമില്ലാതെ കിടന്ന സമയത്ത് എന്റെ കാര്യങ്ങൾ പലതും ചെയ്തു തന്നത് എന്റെ സഹോദരനാണ്. എന്റെ വീട്ടിൽ എനിക്കോ എന്റെ മാതാവിനോ പിതാവിനോ പഴയ കാലത്തൊരു പ്രയാസമുണ്ടായപ്പോ എന്റെ വീട്ടിലേക്ക് ഓടി വന്നത് എന്റെ ആ അയൽവാസിയാണ്. എന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നത്, എന്റെ വിവാഹത്തിന്, എന്റെ നിക്കാഹിന്, എന്റെ യാത്രയിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നത് ആ കൂട്ടുകാരനായിരുന്നു. അയാളുടെ പോസിറ്റീവ് നമ്മൾ ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുമ്പോ നമ്മുടെ മനസ്സിൽ നിന്ന് പക അങ്ങനെ നീങ്ങിപ്പോകും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഫ്ളലുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മഹ്മൂമുൽ ഖൽബ് വസദൂഖുൽ ലിസാൻ. സഹാബത്ത് പറഞ്ഞു, പ്രവാചകരെ, സദൂഖുൽ ലിസാൻ എന്നാൽ ഞങ്ങൾക്ക് മനസ്സിലായി, സത്യസന്ധമായി സംസാരിക്കുന്നവൻ, ആരെയും കളിയാക്കാത്തവൻ, ആരെയും കുറച്ചു കാണാത്തവൻ, ദ്വയാർത്ഥങ്ങളിൽ കാര്യങ്ങൾ പറയാത്തവൻ. എന്താണ് മഹ്മൂമുൽ ഖൽബ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുകയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മഹ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ അത്തഖിയു, അവൻ തഖ്വയുള്ളവനാണ്, വന്നഖിയു, തെളിഞ്ഞ ഹൃദയമുള്ളവനാണ്, ലാ ഹസദ, അവന്റെ മനസ്സിൽ ഒരാളോടും അസൂയയുണ്ടാകുകയില്ല, വലാ ഗില്ല, ഒരാളോടും പകയുണ്ടാകുകയില്ല, വലാ ബഗിയ, അഹങ്കാരത്തോടുകൂടി അവൻ ജീവിതത്തിൽ നടക്കുകയുമില്ല. അവൻ ആരുടെയും ദേഹത്തേക്ക് കയറുന്ന ഒരാളല്ല, ആരെയും പ്രയാസപ്പെടുത്തുന്ന ഒരാളല്ല. അങ്ങനെയുള്ള മനുഷ്യനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള മനുഷ്യൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്വഭാവം, സവിശേഷത ഈ നോമ്പിന്റെ തുടക്കത്തിലെ നമ്മൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് മനസ്സറിഞ്ഞ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.